ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. വളരെ യൂസ്ഫുൾ ആണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെയൊക്കെ വീടുകളിൽ നമ്മൾ ദോശ ഉണ്ടാക്കാറുണ്ടല്ലോ, അപ്പോൾ ആ ദോശ കല്ലിൽ ഒട്ടിപ്പിടിക്കാറുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ നമ്മളുടെ വീടുകളിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു ബ്രഷ് റെഡിയാക്കി എടുക്കാം, അല്ലെങ്കിൽ എണ്ണ തൂക്കാനുള്ളൊരു സംഭവം റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകും. എല്ലാവരും കാണുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു കഷ്ണം തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കുറച്ച് വലുപ്പം വേണം, നീളവും വീതിയൊക്കെ ഇതുപോലെ ഒരു മുണ്ടിൻ്റെ കഷ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ല വൃത്തിയുള്ള മുണ്ടിൻ്റെ കഷ്ണം വേണം കേട്ടോ എടുക്കാനായിട്ട്. കോട്ടൻ്റെതായിരിക്കണം, അതും ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കോണോട് കോണൊന്ന് മടക്കി കൊടുക്കാവേ നമുക്കത് ആദ്യമായിട്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് പടിപടിയായിട്ടൊന്ന് മടക്കി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ പടിപടിയായിട്ടൊന്ന് മടക്കിയെടുക്കാം. നല്ലതാണ്, നിങ്ങൾക്കിത് കഴുകി യൂസ് ചെയ്യാനും പറ്റും. നമ്മളുടെ ഇത് മുഷിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കഴുകി യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് മടക്കിയതിനെ വീണ്ടും നടുവേ ഒന്നുകൂടി മടക്കണേ. സെൻറ്ററിലേക്ക് ഇതുപോലെ ആ ഒരു തുമ്പ് വശങ്ങൾ ഒത്തു വരുന്ന രീതിയിലൊന്ന് മടക്കി കൊടുക്കാം വീണ്ടും ആ തുണീനെ. അതിനുശേഷം നമ്മളുടെ ആ ഒരു തുണിയെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഈ റോൾ ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ച് ഏതെങ്കിലും ഒരു ഭാഗം കുറച്ചങ്ങ് ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന, അതായത് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം റോൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമുക്കിതൊരു കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ട്വിസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതുപോലെ അങ്ങ് ആ ഒരു ലാസ്റ്റ് ഭാഗത്തെ ആ തുണി ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു തുമ്പിൻ്റെ വശം ഉണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഒരു നല്ലൊരു ഷേപ്പ് വരണം കേട്ടോ. നമുക്കിങ്ങനെ ഒരു ദോശക്കല്ലിൽ തൂക്കാൻ പാകത്തിനായിട്ടുള്ളൊരു കിഴി കെട്ടുന്നത് പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഒരു ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ തുണി കൊണ്ടുള്ള കിഴി പോലെയുള്ള സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അറ്റഭാഗം കണ്ടോ, അതിന് കട്ടിയൊന്നും പാടില്ല കേട്ടോ. ഇതുപോലെ വേണം നിൽക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ വീടുകളിലുള്ള നമ്മൾ പെപ്സിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ വാങ്ങിച്ചിട്ട് കിട്ടുന്ന ഒരു കുപ്പി ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി, അത് വേണം കേട്ടോ. ആ കുപ്പിയുടെ ഇത്രയും ഒരു ഭാഗം വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ആ ഒരു 1, 2, 3 വര നിർത്തിയിട്ട് ശേഷം ആ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുത്താൽ മതിയാവേ. ഞാൻ പെപ്സിയുടെ ബോട്ടിലാണ് എടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഏത് ബോട്ടിലാണെങ്കിലും നമുക്ക് എടുക്കാം. 7-അപ്പോ കൊക്കക്കോളയോ ഇഷ്ടമുള്ള ബോട്ടിൽ എടുക്കാം കേട്ടോ. മുറിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് മുറിക്കണം കേട്ടോ, തെന്നിപ്പോവും. അതുകൊണ്ട് പ്ലാസ്റ്റിക്കാണ്, ഒന്ന് സൂക്ഷിച്ച് വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നല്ല രീതിയിലൊന്ന് മുറിച്ചെടുക്കുക. എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലേ കുപ്പിയും ഇതുപോലത്തെ തുണിയൊക്കെ ഇല്ലാത്ത ആരും തന്നെ കാണത്തില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ, നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഷെയറിങ് വഴിയാണ് നമ്മുടെ വീഡിയോ ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കണ്ടോ, ഇത്രയും മതി നമ്മളുടെ കുപ്പിയുടെ ആ ഒരു ഭാഗം നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് നമ്മളുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തുണി ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതിനകത്തേക്ക് ആ ഒരു തുമ്പിൻ്റെ വശം ഇതുപോലെ ആ നമ്മളുടെ വായ്ഭാഗം ഉണ്ടല്ലോ, നമ്മളുടെ കുപ്പിയുടെ ആ ഒരു വായ്ഭാഗത്തിലേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ നല്ല രീതിയിൽ അവിടെ ഫിക്സ് ആയിട്ടിരിക്കുവേ, വളരെ നല്ലതാണ്. കണ്ടോ, ഇതുപോലെ ആയിരിക്കും നമ്മൾ റെഡിയാക്കി കഴിയുമ്പോൾ. കുപ്പി മുറിക്കുമ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് മുറിക്കുക. കുറച്ച് ഭാഗം മതി നമുക്ക്. അതിനുശേഷം ബാക്കി ഭാഗത്ത് തുണിയാണ് നിൽക്കേണ്ടത്. എന്നാലാണ് നമുക്ക് എണ്ണയൊക്കെ കറക്റ്റായിട്ട് തേച്ച് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ആ ഒരു തുമ്പ് ഭാഗത്ത് ഇങ്ങനെ പുറത്തേക്കാക്കി വെച്ചിട്ട് അടപ്പ് കൊണ്ടങ്ങ് അടച്ചു കൊടുക്കാം. അപ്പം നമ്മളുടെ തുണി ആ ഒരു കുപ്പിയുടെ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് ടൈറ്റായിട്ട് ഇരുന്നോളും, പോവത്തൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാനും എളുപ്പമാണ്. നമുക്കിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടും എളുപ്പമാണ്. വളരെ നല്ലതാണ്, നല്ല രീതിയിൽ നമുക്ക് യൂസ്ഫുള്ളാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ കുപ്പിയുടെ ആ ഒരു ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ, അതും കൂടി നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ കുപ്പിയുടെ ബാക്കി ഭാഗമാണ്, അതിൻ്റെ ആ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അത് നമ്മളുടെ കുപ്പിയെ അടച്ചു വെക്കാനായിട്ട് നമുക്ക് സഹായകമാകും. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ. ആ ഒരു കുപ്പിയുടെ ആ ഒരു
ഭാഗത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് ഏത് ഓയിലാണോ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഒരു തുണിയുടെ കിഴിയുണ്ടല്ലോ, അത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. കണ്ടോ, നല്ല കറക്റ്റായിട്ട് ഇരുന്നോളും, നല്ലതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇതിനകത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്, 2-3 രീതിയിൽ നമുക്ക് ഓയിൽ കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് എണ്ണ നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. തുണിയിലേക്ക് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ മുക്കി നമുക്ക് നമ്മളുടെ ദോശക്കല്ലിലേക്ക് തേച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ആ കുപ്പിയുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തുകൂടി നമുക്ക് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അതങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിനകത്ത് ഓയിൽ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് സാധാരണ ആ ഒരു അടപ്പിനകത്ത് നമ്മളുടെ ആ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പുറത്ത് വയ്ക്കാൻ പാടില്ല കേട്ടോ. ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എണ്ണയാണ്, വെള്ളമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ കനച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറയുന്നത്. അപ്പോൾ ഫ്രിഡ്ജിലാകുമ്പോൾ അത് കനച്ചു പോകുന്ന ആ ഒരു സ്മെല്ലോ ഒന്നും തുണിക്കുണ്ടാകുകയില്ല. നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനായിട്ടും പറ്റും. പ്ലാസ്റ്റിക്കിൻ്റെ അംശമോ ഒന്നും വരാത്തതുകൊണ്ട് ഹെൽത്തിന് യാതൊരു കംപ്ലൈൻറ്റും വരികയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തുണ്ടോ, ദോശക്കല്ല് ഇവിടെ നല്ല ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ആ തുണി വെച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഒരു തുണി വെച്ച് നമുക്കിതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ദോശമാവ് ഒഴിക്കാം. വളരെ എളുപ്പത്തിൽ നമ്മളുടെ ദോശക്കല്ലിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത നല്ല കിടിലൻ ദോശ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പറയാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് വന്ന വീഡിയോസൊക്കെ കാണുമല്ലോ. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.